നമ്മുടെ സിനിമാ ഗാനങ്ങളിൽ ചില പാട്ടുകൾ ഫിലോസോഫിക്കലാണ്, താത്വിക ചിന്ത ഉയർത്തുന്ന പാട്ടുകളാണ്. അതിലൊന്നാണ് കണ്ണീർ മഴയത്ത് ചിരിയുടെ കുട ചൂടി എന്നൊരു പാട്ടുണ്ട്. ജോക്കർ എന്ന സിനിമയിൽ ദിലീപ് ചിത്രത്തിലെ പാട്ടാണത്. അപ്പോൾ അതിൽ ദിലീപാണ് ജോക്കർ, എന്നാലും മറ്റൊരു ജോക്കറായി മാറുന്ന പ്രിയപ്പെട്ട ബഹദൂറിൻ്റെ ഓർമ്മ ദിനമാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്ത ഒരു ഗ്രാമത്തിൽ ബഹദൂർ വേഷമിടുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം ബഹദൂർ ഒരു കാര്യം ചെയ്തു. ഷൂട്ടിംഗ് നടന്ന പറമ്പിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് ഒരു കവറിലാക്കി ബാഗിനകത്തോട്ട് വെച്ചു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം അത്ഭുതമായി, എന്തേ അത് ഈ മണ്ണ് കൊണ്ടുപോകുന്നത്? ബഹദൂർക്കായത് എന്തിനാ ഈ മണ്ണ് ഒരാൾ ചോദിച്ചു. ബഹദൂർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് പല ജോലികളും ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാൻ വളർന്നത്. ഒരുപാട് വിശന്നു, ബുദ്ധിമുട്ടി. ഒരു കാലത്ത് ഞാൻ ഈ പറമ്പിൽ കപ്പ പറിക്കാനും മറ്റ് കൃഷിപ്പണികൾക്കും ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ വയറ് നിറച്ച മണ്ണായത്. എത്ര വലിയ നിലയിലെത്തിയാലും നാം നമ്മുടെ ഭൂതകാലം ഒരിക്കലും മറക്കാൻ പാടില്ല. പഴയകാലം, വേരുകൾ, അതൊക്കെ നമ്മോടൊപ്പം വേണം. നമ്മുടെ വേരുകളെയും നമ്മളെ ഇന്നത്തെ നിലയിലെത്തിച്ച സാഹചര്യങ്ങളെയും നമ്മൾ ഓർമ്മിക്കുന്നത് എന്നും നമ്മളെ എളിമയുള്ളവരാക്കും, വിനയമുള്ളവരാക്കും. അഹങ്കാരം കൂടാതെ ലഭിച്ച സൗഭാഗ്യങ്ങളെ ആദരവോടെ കാണാനും മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനും പറ്റുമെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഇത് നമ്മളെ പ്രേരിപ്പിച്ചു എന്ന് വരും. ബഹദൂർ എന്ന മഹാനടൻ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതും ഈ വലിയ സത്യമാണ്, ജീവിത സന്ദേശമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പഠിപ്പിച്ചു. അതുപോലെ ബഹദൂർ നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മാർഗദീപമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുഭാഷിതം ഇവിടെ അവസാനിക്കുന്നു.